ഒരു വർഷമായിട്ട് വന്നിട്ട്. അപ്പോൾ സ്കൂൾ പൊട്ടിയപ്പോൾ പ്രസവിച്ച് വേണം. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. എൻ്റെ കോഴിയൊക്കെ ഉണ്ട്. ടാറ്റാ പോകണേട്ടാ. കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പാക്കിംഗ് ആണ്. പാക്കിംഗ് തുടങ്ങിയിട്ട് ഒരാഴ്ച എങ്കിലും കഴിയുന്നില്ല. ചിക്കൻ വന്നിട്ടില്ല കേട്ടാ, വന്നിട്ട് തരാട്ടാ. അമ്മോടെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. താത്തിയില്ല, അമ്മ ഒറ്റയ്ക്കാണ്. വേറെ ഇങ്ങനെ വേഗം പണി ഒരുക്കണം. അവരൊക്കെ വരുമ്പോഴേക്കും വേറെ റെഡിയാക്കാം കേട്ടോ. എനിക്ക് പിന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര ബിസിയായിരുന്നു ഞാൻ. ഓരോന്ന് പാക്ക് ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് തൊട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങിയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ പാക്ക് ചെയ്ത് തീരുന്നില്ല ഗൈസ്. അപ്പോൾ പായസം ആയത് ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ബിരിയാണി വെച്ചാൽ എനിക്ക് അതിന് മേലെ പായസം കുടിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. പിന്നെ അത് അവരൊക്കെ വന്നു. ഈ സാരി എടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ ഇക്കാൻ്റെ ഉമ്മ. പിന്നെ രണ്ടാളും വന്നിട്ട് ഇക്കാൻ്റെ കുട്ടികളാണേ. പിന്നെ ബിരിയാണിയൊക്കെ വളർന്ന് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പൂരം കഴിഞ്ഞ ശേഷം ഒരേ ബിരിയാണിയാണ് കഴിച്ചു. ഒന്ന് മാറി എങ്ങനെയെങ്കിലൊക്കെ ബിരിയാണി കിട്ടിക്കൊണ്ടേയിരിക്കും. കുറേ പെട്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡിയായി, അസു റെഡിയായി. പിന്നെ അയറമോളില്ല കേട്ടോ. അയറമോള് താത്താൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും അസു മാത്രം കേട്ടോ വീട്ടിലേക്ക് വന്നത്. ഇനി നമ്മുടെ യാത്രാ ചടങ്ങുകളാണ്. ഇതമ്മ കരയുന്നുണ്ട്, അമ്മമ്മ യാത്ര പറയുന്നുണ്ട്, അസു ബൈ ബൈ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ എന്തായാലും നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ അല്ലേ. പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് വലിയ ഭാഗ്യം. ഒരു കൊല്ലം അത് കിട്ടിയില്ലേ. ഓരോരുത്തർക്കും 7 മാസം ആകുമ്പോഴേക്കൊക്കെ കുട്ടികളെയും കൊണ്ട് പോകേണ്ടി വരുമല്ലേ. അയറമോളുടെ സ്കൂൾ കാരണമാണ് ഇപ്പോൾ 1 കൊല്ലം കിട്ടിയത്. പോകുമ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് പിന്നെ ഉണ്ടായിരുന്നു കൂടെ എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളുണ്ട് കൂടെ, അത്രേ ഉള്ളൂ. പുറത്ത് നട്ടപ്പുറ വെയിലാട്ടോ. ബിരിയാണി ചെമ്പിൽ ബിരിയാണി വേവിക്കാൻ വെച്ച പോലെ ഉണ്ടായിരുന്നു. തീരെ വയ്യായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും 1 മണിക്കൂറാണ് ഞങ്ങളുടെ അവിടെ നിന്ന് മങ്കരയ്ക്ക്. അങ്ങനെ ഞങ്ങളുടെ നാടെത്തിയിട്ടാ. വീട്ടിൽ നിന്ന് 1 അവർ അങ്ങോട്ടെങ്കിലും എനിക്ക് ഒരുപാട് നേരമായ പോലെ തോന്നിട്ടാ. ഇക്കാൻ്റെ കൂടെ വരുമ്പോൾ പിന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കാനും എനിക്ക് ആ പ്രശ്നം ഉണ്ടാകാറില്ല. ഇവിടെ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ടെൻഡൻസി കൂടുതലാട്ടോ. ഈ ഓട്ടോയിലൊക്കെ ബാക്കിൽ കുലുങ്ങിയിട്ടല്ലേ നമ്മൾ വരുന്നത്. അങ്ങനെ വീടെത്തിയിട്ടാ. പിന്നെ വീടും മറിയതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അസുവിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മുൻപരിചയമുള്ള പോലെ നന്നായി കളിക്കണൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടൊരു 4 മണിയാകുമ്പോഴാണ് വീടെത്തിയത്. അപ്പോഴും വീട്ടിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീടും പൂച്ചെടികളും ഒക്കെ ഇങ്ങനെ നടന്ന് നോക്കിയിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. ഞാൻ പോകുമ്പോൾ ചാമ്പങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്കത്തിന് ചാമ്പങ്ങ വന്നു. ഇതാണ് കാൻ്റെ വീട്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടായിരുന്നു. ഉള്ളിക്കേ പോകണമെന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ പുറത്തിങ്ങനെ നടന്നപ്പോൾ പിന്നെ എന്നാൽ ചെടി എന്നൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് പറഞ്ഞു. എന്നും എൻ്റെ ഡ്യൂട്ടി തന്നെയാണ് ഇത്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഉമ്മയും പപ്പയൊക്കെ ആയിട്ടാണ് ചെടി നോക്കണം. എല്ലാം നന്നായി വളർന്ന് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൂച്ചിൽ ഇത് ആദ്യമായിട്ട് മാങ്ങ വന്നാട്ടാ. ഞാൻ പോകുമ്പോൾ ഇതൊക്കെ കുട്ടി തയ്യായിരുന്നു. ഇപ്പോൾ ഒക്കെ വളർന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ചാമ്പങ്ങ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ റെഡ് കളർ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല, ഇങ്ങനെ കാണാനും വലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ.